ഈ വാക്കുകൾ കേട്ടപ്പോൾ പീലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൽത്തളം, ഹെബ്രായ ഭാഷയിൽ ഗബ്ബാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിലിരുന്നു. യോഹന്നാൻ 19:13. ന്യായാസനം, ന്യായം നടത്തിക്കൊടുക്കേണ്ട ആൾ ഇരിക്കുന്ന സ്ഥലം. പീലാത്തോസ് ന്യായാസനത്തിലിരുന്നു. ജനങ്ങൾ ന്യായം വിധിച്ചു. ന്യായാസനത്തിലിരിക്കുന്നവൻ ന്യായം നടത്താൻ പരാജയപ്പെട്ടാൽ അന്യായം നാട്ടിൽ നടമാടും. നിഷ്കളങ്കർ ബലിയാടുകളായി മാറും. ജനക്കൂട്ടത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പീലാത്തോസ് യേശുവിനെ കുരിശുമരണത്തിന് വിധിച്ചത്. ന്യായാസനത്തിലിരിക്കുന്നവൻ ഇവനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പ്രസ്താവിച്ചിട്ടും പുരോഹിത പ്രമുഖന്മാരുടെയും നിയമജ്ഞരുടെയും ജനക്കൂട്ടത്തിൻ്റെയും ഇംഗിതത്തിന് യേശുവിനെ വിട്ടുകൊടുക്കുവാൻ തയ്യാറായി. ഇവനെ മോചിപ്പിക്കുന്ന പക്ഷം നീ സീസറിൻ്റെ സ്നേഹിതനല്ല എന്ന യഹൂദരുടെ ആരോപണത്തിൽ പീലാത്തോസ് നീതി മറക്കുന്നു. നീതിക്ക് പകരം നിർബന്ധം വിജയിക്കുന്നു. സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ച് മറ്റാരുടെയോ നിർബന്ധത്തിന് വഴങ്ങിപ്പോകുന്ന പീലാത്തോസിനെ ഇവിടെ കാണാം. നീതിക്ക് വേണ്ടി ഉറച്ച നിലപാടുകൾ എടുക്കാൻ കഴിവില്ലാത്തവർ അധികാരികളാകുമ്പോൾ നിഷ്കളങ്കർ ബലിയാടുകളാകും. ഭയമാണ് പീലാത്തോസിനെ നീതി നടത്താൻ തടസ്സപ്പെടുത്തി യഹൂദരുടെ ഇംഗിതത്തിന് വഴങ്ങാൻ പ്രേരിപ്പിച്ചത്. യഹൂദരുടെ നിയമമനുസരിച്ച് ഈശോ വധിക്കപ്പെടണമെന്നാണെങ്കിൽ യഹൂദരുടെ അപ്രീതിക്ക് താൻ കാരണമാകുമോ എന്ന ഭയം. സീസറല്ലാതെ മറ്റൊരു രാജാവിനെ അനുകൂലിച്ചാൽ സീസറിൻ്റെ അപ്രീതിക്ക് കാരണമാകുമോ എന്ന ഭയം. ഈ രണ്ട് സമ്മർദ്ദത്തിന് നടുവിൽ നിർത്തിയിട്ടാണ് യഹൂദർ യേശുവിൻ്റെ കുരിശുമരണമെന്ന വിധി പീലാത്തോസിൽ നിന്ന് നേടിയെടുക്കുന്നത്. അവിടെ ആരും വാദിക്കാനില്ലാത്തവനെ ദുഷ്ടരുടെ ഇംഗിതത്തിന് വിട്ടുകൊടുക്കുന്നു. ന്യായം നടത്തേണ്ട ന്യായാധിപൻ അന്യായമായി വിധി കൽപ്പിക്കുന്നു. സമ്പത്ത് നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ, ഇമേജ് തകരുമോ എന്ന ഭയത്താൽ, അധികാരികളുടെ അപ്രീതി നേടുമോ എന്ന ഭയത്താലൊക്കെ നീതിക്ക് വിരുദ്ധമായ നിലപാടുകൾ എടുക്കേണ്ടി വരുമ്പോൾ പീലാത്തോസിനെ പോലെ നീതിമാനെ ക്രൂശിക്കുന്ന നീതിരഹിത ന്യായാധിപരായി നാമും മാറുകയാണ് ചെയ്യുന്നത്. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയാലും പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് അന്യായമായ പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട രക്ഷകന്റെ ചരിത്രം ചരിത്രതാളുകളിൽ എന്നേക്കുമായി ആലേഖനം ചെയ്യപ്പെട്ടിരിക്കും. പ്രകൃതി അവൻ്റെ നീതിയെ വിളംബരം ചെയ്യും. ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാൻ.